ഇപ്പം നമ്മളെല്ലാം മാലങ്കലാണ്. മാലങ്കൽ നമ്മൾ ഇന്നലെ നൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ വിൽ കീപ് യു ലൂപ്പ്. മാലങ്കയിൽ ഇപ്പം നമ്മൾ വാട്ടർഫാൾസിൽ പോകാനായിട്ടാണ്. ഇതൊരു പാക്കേജാണ് എടുത്തത്. നമ്മൾ 5:30 തുടങ്ങിയ ജേണി 7:45 ആയപ്പോൾ തീർന്നിട്ട് വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നേ ആക്ച്വലി ഒരു പ്ലേസിലാണ് ഇത്രയും വാട്ടർഫാൾസ് നമ്മളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന മുകളിലത്തെ പാർക്കിങ്ങിലാണ്. സോ ഇവിടെ ഇറങ്ങി നമ്മളെ പോകണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ പോകുമ്പോൾ ഈ ഇത്രയും വാട്ടർഫാൾസിൻ്റെ വ്യൂ ഒറ്റ പ്ലേസിൽ നിന്ന് കാണാൻ പറ്റും. സോ നമ്മളിങ്ങോട്ടാണ് പോകുന്നത്. ജാവ തിമൂർ വാട്ടർഫാൾസ് ആണ്. അപ്പം നമ്മൾ ആക്ച്വലി ഈ പാക്കേജിന് പെർ ഹെഡ് പേ ചെയ്തത് 15.5K ആണ്. അതായത് INR ആണ് ഇത്. അപ്പോൾ രണ്ടുപേർക്കും കൂടെ ചേർത്ത് 31 സംതിങ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് ഇവർ പറയുന്നത് 3 ഡേയ്സും 2 നൈറ്റ്സും പാക്കാണ്. പക്ഷെ നമുക്ക് സ്റ്റേ വരുന്നില്ല, ഫുഡും വരുന്നില്ല. അപ്പം ഒരു ദിവസത്തെ സ്റ്റേ വരുന്നുള്ളൂ. അത് നാളത്തെ ട്രെക്കിൻ്റെയാണ്. അപ്പം അതിൻ്റെ മാത്രം സ്റ്റേ വരും. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. അപ്പം ഇതാണ് പാക്കേജ്. പിന്നെ ഇവരുടെ ഡ്രൈവർ തന്നെ നമ്മളുടെ ഇന്നത്തെ വാട്ടർഫാൾസിന് വേണ്ടിയിട്ട് പിക്ക് ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ നമ്മൾ പറയുന്ന സ്ഥലത്ത് തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് തരും. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും വന്നു എടുക്കും നമ്മൾ. അപ്പം ഇനിയിപ്പം നമ്മൾ വന്ന മലങ്കിയിൽ നിന്നാണ്. അപ്പം തിരിച്ച് മലങ്കിലോട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ. പക്ഷെ വേറെ സ്റ്റേയിലോട്ടാണ് പോകുന്നത്. ഇന്നലെ രാത്രി അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേ അവർ ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് വേറെ സ്റ്റേ പെട്ടെന്ന് ബുക്ക് ചെയ്ത് വിച്ച് വാസ് വെരി ആവറേജ്. പക്ഷെ ഒരു നൈറ്റ് അത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് മലങ്ക് എത്തിയപ്പോൾ 11 മണിയായി. ആഫ്റ്റർ ദാറ്റ് നമ്മൾ 4 മണിയൊക്കെ ആയപ്പം എണീക്കണമായിരുന്നു. കാരണം ഇവർ 5 മണിയായപ്പോൾ നമ്മളെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റൂമെത്തി 11 മണിക്ക് എത്തി, 12 മണിക്ക് കിടന്നു, 4 മണിക്ക് എണീറ്റു. 5 മണിയായപ്പോൾ ഇവർ വന്നെടുത്തു. ഇപ്പോൾ 7:30 ആയപ്പോൾ നമ്മൾ വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വാട്ടർഫാൾസ് കണ്ടിട്ട് 12 മണിയാകുമ്പോൾ നമുക്ക് തിരിച്ച് മുകളിലോട്ട് വരണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗൈഡിനെ വിളിച്ചിട്ടുണ്ട്. കാരണം ഈ ഏജൻറ്റ് വഴി ബുക്ക് ചെയ്തവർ തന്നെ നമ്മുടെ കാറിൽ 5 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 പേരും കൂടെ ഷെയർ ചെയ്തിട്ട് ഒരു ഗൈഡിനെ വെച്ചാൽ വലിയ എമൗണ്ട് വരത്തില്ല. ഒരാൾക്ക് 50K വരുന്നുള്ളൂ. അപ്പോൾ ഗൈഡ് ഉണ്ടാക്കി കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഗൈഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ നമ്മളെ താഴോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട്, കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഇവർ തന്നെ ഏജൻസിക്കാർ തന്നെ നോക്കും. ബാക്കിയൊക്കെ നമ്മൾ നോക്കണം. വാട്ടർഫാൾസിൻ്റെ പേര് വന്നിട്ട് പനോരമ തെർജും തുമ്പക് സേവ്. ഇതാണ് നെയിം. കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഷൂസ് രണ്ടെടുക്കാൻ പറ്റും. അതായത് ഗ്രിപ്ഡ് ഷൂസ്. വാട്ടർഫാൾസൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് നമ്മളിട്ടുകൊണ്ട് വരുന്ന ഷൂസ് നനയുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ റെൻറ്റിനെടുത്തു. 20K ആണ് വരുന്നത് റെൻറ്റ്. ബട്ട് വാത്താണ്. കാരണം നമ്മൾ മറ്റു ഷൂസൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ നനയും. പിന്നെ ഷൂസ് അല്ലാതെ ഓപ്പൺ ഷൂസ് ഗ്രിപ്പുള്ളവർക്ക് ഇടാൻ പറ്റും. എൻ്റെ കാരണം ഒട്ടും ഗ്രിപ്പില്ലാത്തതാണ്. അപ്പോൾ ബെറ്റർ റെൻറ്റഡായിരുന്നു. നമ്മൾ വാട്ടർഫാൾസിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു. കുറച്ചധികം പേര് നിൽപ്പുണ്ട്. So, oh my god, ഇതാണ് വാട്ടർഫാൾസ്. കുറേ ഉണ്ട്. ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് 2 വ്യൂ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് താഴത്തെ വ്യൂ പോയിന്റ്. ആൻഡ് മേളിൽ നിന്ന് ഇവിടെ നിന്ന് വ്യൂ പോയിന്റാണ് മേളിലത്തെ വ്യൂ.
ആക്ച്വലി ഇപ്പോൾ വെള്ളം നല്ല കുറവാണ്, ബട്ട് സ്റ്റിൽ ലുക്സ് ബ്യൂട്ടിഫുൾ. ഒരു റെയിൻബോ ഉണ്ട്. ഇങ്ങനെ നമ്മൾ തിരിച്ചു നടന്ന് അടുത്ത ഫാൾസിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ എനിക്ക് തോന്നുന്നു 6 or 7 വാട്ടർഫാൾസ് ഉണ്ട്. സോ അടുത്ത പോയിന്റിലോട്ട് പോവുകയാണ്. ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. മേ ബി താഴെ ഇത്രയും വാട്ടർഫാൾസ് ഉണ്ടെന്നായിരിക്കാം. പക്ഷേ ഇവിടെ ഏത് സ്ഥലത്ത് പോകണമെങ്കിലും നമ്മൾ കുറേ നടക്കാനുണ്ട്, കുറേ സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട്, കുറേ ഹിൽസ് ഇറങ്ങാനുണ്ട്. സ്റ്റീപ്പി ആണ് ഭയങ്കരമായിട്ട്. അപ്പം അതൊക്കെ നോക്കി ഇറങ്ങും. ചിലതൊക്കെ ഇറങ്ങാൻ നല്ല എളുപ്പമാണ്, ചില കയറാൻ പാടാണ്. അത് ഇവിടെ നിന്ന് കുറച്ച് ഫാൾസിൻ്റെ ഒഴുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എവിടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം വെള്ളം കുറവാണ്. കുറേ മിനി ഫാൾസൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ പോകേണ്ട വഴി ഇങ്ങനെ വാട്ടർഫാൾസ് ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റെപ്സ് വരുന്നുണ്ട്. സോ ഇത് താഴെ വരെ ഇനിയിപ്പോൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ 100 to 150 സ്റ്റെപ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സ്റ്റെപ്സ് അത്യാവശ്യം സ്ലോപ്പിയാണ്, എന്നാൽ സ്ലിപ്പറിയാണ്. സോ സൂക്ഷിച്ച് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും വെച്ച് ഇറങ്ങാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ താഴെ വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മോർണിംഗ് കണ്ട ഫാൾസിൻ്റെ താഴെ വന്നേക്കുവാണ്. സോ ഇത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ. നമ്മൾ ഈ വാട്ടർഫാൾസ് എക്സ്പ്ലോർ ചെയ്ത് ഓരോ പോയിന്റ്സിലും വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്ത് ഗൈഡ് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു സ്മോൾ ഫാൾസ് ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അവിടെ കുളിക്കാൻ പറ്റും. ഇവിടെ പക്ഷേ ബാത്തിങ്ങൊക്കെ പ്രോഹിബിറ്റഡ് ആണ്. ബിക്കോസ് എത്ര വേണം കല്ല് വരാമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ബാത്തിങ് പറ്റില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് സ്മോൾ ഫാൾസിൽ പോകുന്നത്. സോ ഇത്രയും ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്മോൾ ഫാൾസിൽ പോവുകയാണ്. അവിടെ ഇത്രയും സ്ഥലം കാണാനുണ്ട്. ബ്ലൂ ലേക്ക്, വാട്ടർഫാൾസ്, ഡ്രോപ്പ് കേവ് ആൻഡ് വീണ്ടും ഒരു ഡ്രോപ്പ് കേവ്, എന്താണെന്ന് അറിയത്തില്ല. അത് 100 meters ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതാണ് ഡ്രോപ്പ് കേവ് ആൻഡ് സ്മോൾ ഫാൾസ്. സോ ഇതാണ് ബ്ലൂ ലേക്ക് ആൻഡ് സ്മോൾ ഫാൾസ് വരുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ അങ്ങറ്റം വരെ പോകണം. അവിടെ ഫോണ്ട് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവിടെ വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാം. ഇതാണ് സ്മോൾ ഫാൾസ് ആൻഡ് അവർ തന്നെ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു പോണ്ട് സെറ്റ്, ലൈക്ക് ബണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ വെള്ളം നല്ല ക്ലിയറാണ്. അതുകൊണ്ട് അരുൺ അവിടെ കുളിക്കാൻ പോയിരിക്കുന്നത്.
കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും നമ്മളെല്ലാവരും നനയും. കാരണം എല്ലാ സൈഡിലും വെള്ളം പ്രത്യേകമാണ്. മഴ പോലെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഇതുവഴി നമ്മൾ കേവ്സ് പോവുകയാണ്. കേവ്സ് പോയിട്ട് ഇതുവഴിയാണ് നമ്മൾ തിരിച്ച് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ വന്ന വഴിയല്ല മുകളിലോട്ട് പോകുന്നത്, വേറെ വഴിയാണ്. നമ്മൾ ഗോവ കേവ് കാണാൻ വന്നിരിക്കുകയാണ്. സോ ഇതാണ് ഗോവ കേവ്. സോ ഇവിടെ കണ്ടിട്ട് തിരിച്ചും താഴോട്ട് ഇറങ്ങിയിട്ടാണ് മുകളിലോട്ട് കയറിപ്പോകാൻ. അപ്പോൾ നമ്മൾ ഹാഫ് കയറി കേവ് കാണുന്നു, തിരിച്ചിറങ്ങുന്നു, തിരിച്ച് മുകളിലോട്ട് പോകുന്നു. താഴെ നിന്ന് മുകളിൽ കയറാൻ അത്ര ഈസി അല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ നിന്ന് കയറുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആവും. പിന്നെ നമുക്ക് ഈ ഫോൾസിൻ്റെ ഇടയിൽ കൂടെ വേണം അകത്തോട്ട് പോകാനായിട്ട് കേവിൻ്റെ. അപ്പോൾ ഇപ്പം അതിന് വേണ്ടിയിട്ട് പോവുക. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ വന്നു. കയറാൻ അത്യാവശ്യം നല്ല പാടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു കയറാനായിട്ട്. ഇറങ്ങുന്ന പെട്ടെന്ന് ഇറങ്ങി, പക്ഷെ കയറാൻ നിന്നൊക്കെയാണ് കയറിയത്. അപ്പം കയറിയിട്ട് ഇപ്പം റൂമിലെത്തിയിട്ട് ഇനിയിപ്പം നമുക്ക് വരുന്നത് നൈറ്റ് ഒരു 3 മണിക്കാണ് ട്രെക്കിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 12:30 ആകുമ്പോൾ അവർ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ റൂമിലിരിക്കാനാണ് പ്ലാൻ. ഒന്ന് റെസ്റ്റ് വേണമല്ലോ, കാരണം ഉറക്കവും ശരിയാവുന്നില്ല, റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഇനി വേറെ പ്ലാനൊന്നുമില്ല, നൈറ്റേ വരും.